നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിന്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിക്കുക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നടന്ന നിയമസഭാ സമ്മേളനത്തിന്റെ രസകരമായ ഒരു സീനാണ് ഞാൻ ഇന്നിവിടെ റിയാക്ട് ചെയ്യുന്നത്. വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഇന്നലത്തെ നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ പ്രകടനം. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രതിപക്ഷ നേതാവിന്റെ വാക്ചാതുര്യക്ക് മുന്നിൽ സ്ഥിരമായി അടിയറവ് കുറയുകയായിരുന്നു പിണറായി വിജയന്റെ മന്ത്രിസഭ. ഇന്നലെ ആദ്യമായി കിട്ടിയ അവസരമായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ ഒന്ന് ഏറിൽ കയറ്റാൻ കിട്ടുന്ന അവസരം. അതിനുവേണ്ടി തയ്യാറായി തന്നെയായിരുന്നു പുതിയ പ്രതിപക്ഷം സഭാ സമ്മേളനത്തിന് എത്തിയത് തന്നെ. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. സഭാ സമ്മേളനം ആരംഭിച്ച് തുടക്കത്തിൽ തന്നെ മുൻ ധനകാര്യമന്ത്രി TN ബാലഗോപാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും അതിനെക്കുറിച്ച് സാർ എന്നൊക്കെ വിളിച്ച് ഇന്നത്തെ പെട്രോൾ വില വർധനയെക്കുറിച്ചും അതുമൂലം ജനങ്ങൾ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും ഇന്ധനവില അടിക്കടി ഇങ്ങനെ ഉയരുന്നത് കാരണം എല്ലാ സാധനങ്ങൾക്കും വില കയറിയിരിക്കുന്നു, തന്മൂലം ബംഗാളികൾ ഉൾപ്പെടെ അന്യദേശ തൊഴിലാളികളെല്ലാം സ്ഥലം വിട്ടെന്നുവെന്നും ഇവിടെ ജോലി ചെയ്യാൻ പോലും ആളെ കിട്ടുന്നില്ലെന്നും അതിനുവേണ്ടി അടിയന്തരമായ ഒരു ചർച്ച നടത്തണമെന്നും പറഞ്ഞായിരുന്നു ബാലഗോപാലിന്റെ ഇതിനെക്കുറിച്ചുള്ള ചർച്ച തന്നെ. ഈ അടിയന്തര ചർച്ചയ്ക്ക് വേണ്ടി ബാലഗോപാൽ ഘോരം പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ അതിന് മറുപടി പറയാൻ വേണ്ടി ധനകാര്യ വകുപ്പ് കൈയാളുന്ന ആളുമായ നമ്മുടെ മുഖ്യമന്ത്രി എഴുന്നേൽക്കുന്ന ഈ വീഡിയോ നമുക്കൊന്ന് ആദ്യം കാണാം. കൂടിയ നികുതിക്ക് സംസ്ഥാനത്തിന് അധികമായി കിട്ടിയ വരുമാനത്തിലെ ഒരു ഭാഗം ഇതുകൊണ്ട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക്, ടാക്സി ഡ്രൈവർമാർക്ക്, അവർക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഇളവ് വരുത്താൻ കഴിയുമോ എന്ന് ഗവൺമെന്റ് പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പം എഴുന്നേൽക്കുന്ന മുഖ്യമന്ത്രി പറയുന്നുണ്ട് കേന്ദ്ര നികുതി കൂട്ടിയ കാര്യമാണ്, അത് കാരണം സ്വാഭാവികമായിട്ടും ജനങ്ങൾ വലയുന്നുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം വന്ന ഭാഗമാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വില അടിക്കടി ഉയർത്തുമ്പോൾ കൂടിയ നികുതിക്ക് കേരളത്തിന് അധികമായി കിട്ടിയ വരുമാനത്തിന്റെ ഒരു ഭാഗം ഉറപ്പായും വിലക്കയറ്റം മൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ടാക്സി ഡ്രൈവർമാർക്കും ഒക്കെ ഏതെങ്കിലുമൊക്കെ ഇളവുകൾ നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിനെപ്പറ്റി സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹം പറയുന്നത് 10 വർഷം മുമ്പ്, അതായത് ഈ കഴിഞ്ഞ പ്രതിപക്ഷം ഭരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതലുള്ള കണക്കുകൾ നിരത്തുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതൊന്ന് നമുക്ക് കാണാം. ഞങ്ങളത് പറയാൻ കാരണം അതിനു മുൻപ് അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ പെട്രോളിന് 4 തവണയും ഡീസലിന് 2 തവണയും അധിക നികുതി വരുമാനം ഉപേക്ഷിച്ചിട്ടുണ്ട്. അതായത് മൊത്തം 619 കോടി രൂപ വേണ്ടെന്ന് വെച്ചു. 10 വർഷം മുമ്പ് വില കൂടുമ്പോൾ അധികം കിട്ടിയ നികുതി ഏതാണ്ട് 619 കോടി രൂപയോളം വേണ്ടെന്ന് വെച്ച സർക്കാരാണ് ഉമ്മൻചാണ്ടിയുടെ എന്നായിരുന്നു തന്റെ പഴയ സർക്കാരിനെ കുറിച്ച് PD സതീശൻ പറഞ്ഞു തുടങ്ങിയത്. ഇനി ബാക്കിയും കൂടെ നമുക്കൊന്ന് കാണാം. ആ പശ്ചാത്തലത്തിലാണ് ഈ ഡീസൽ പെട്രോളിന്റെ വില വർധനവിന്റെ ഭാഗമായി കഴിഞ്ഞ സർക്കാരിന് 3100 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്. 1 രൂപ കുറച്ചിട്ടില്ല. എന്നാൽ അത് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് പെട്രോൾ ഡീസൽ വിലക്കയറ്റം കൊണ്ട് അധികം കിട്ടിയ തുക ഏകദേശം 3100 കോടി രൂപയാണെന്നും അതിൽ 1 രൂപ പോലും സാധാരണ ജനത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഇളവ് ചെയ്യുന്നതിന് അനുവദിച്ചില്ലെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞു തീർത്തപ്പോൾ തന്നെ സഭയിലുള്ള മറ്റ് മന്ത്രിസഭാ കക്ഷികൾ എല്ലാവരും കൈയടിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് ആ ആൾക്കാരാണ് ഇപ്പം തന്നെ ഏറി കയറ്റാനായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് താൻ ഭരണത്തിൽ അങ്ങോട്ട് കയറിയിരിക്കുന്നതിന് മുമ്പ് തന്നെ ചോദ്യം ചെയ്യാൻ എത്തിയിരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ബാക്കി വീഡിയോയുടെ നമുക്കൊന്ന് കാണാം. ഇത് അധിക നികുതി വരുമാനം ഉണ്ടായപ്പോൾ അതിൽ നിന്നൊരു തുക ചെറിയൊരു പെർസെന്റേജ് എടുത്തിട്ട് ടാക്സി ഡ്രൈവർമാരെയും അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോൾ തനിക്ക് അധികം വരുമാനത്തിൽ നിന്നും കിട്ടുന്ന ഒരു വിഹിതം സാധാരണ കഷ്ടപ്പെടുന്ന ഓട്ടോറിക്ഷക്കാർക്കും ടാക്സിക്കാർക്കും കൊടുക്കുവാൻ താൻ തയ്യാറായി. പക്ഷേ കഴിഞ്ഞ കാലത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് എന്താണ് പറഞ്ഞത് എന്ന് മുഖ്യമന്ത്രി പറയാൻ തുടങ്ങുകയാണ്. അതാണ് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയിലെ മുഖ്യന്റെ അടുത്ത പഞ്ച് ഡയലോഗ്. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് പറഞ്ഞ മറുപടി സഭാരേഖകളിലുണ്ട്. അത്തരം മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിക്കില്ല എന്നാ ഇവിടെ ഈ റെക്കോർഡിൽ എനിക്ക് എന്റെ മനസ്സിലുണ്ട്. അന്ന്
തോമസ് ഐസക് പറഞ്ഞതാണ് നികുതി കുറയ്ക്കുന്ന മണ്ടത്തരമൊന്നും ഞങ്ങൾ കാണിക്കില്ല എന്ന്. അന്ന് അങ്ങനെ പറഞ്ഞ ഇടത് സർക്കാരാണ് ഇപ്പോൾ എന്നോട് പറയുന്നത് ഞാൻ ആ മണ്ടത്തരം കാണിക്കണമെന്ന്. അപ്പോൾ തോമസ് ഐസക്കിനെ ഇട്ട് വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രി പിന്നീട് പറയുന്നത്. കാരണം തോമസ് ഐസക് അന്ന് നികുതി കൂട്ടിയപ്പോൾ കിട്ടിയ അധികാരം സാധാരണക്കാരന് നികുതി കുറയ്ക്കുന്ന മണ്ടത്തരമൊന്നും ഞങ്ങൾ കാണിക്കില്ലെന്ന് ശക്തിയുക്തം അന്ന് മന്ത്രിസഭയിൽ എടുത്ത വാക്ക് നിയമസഭാ നടപടികൾ പരിശോധിച്ച് നോക്കിയാൽ അതിലറിയാമെന്നും പിന്നെ എന്റെ തലയ്ക്കകത്ത് അത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും അടിക്കുന്ന പഞ്ച് ഡയലോഗാണ് പ്രതിപക്ഷത്തിന് നേരെ നിങ്ങൾ കണ്ടത്. പിന്നീട് തിരിച്ച് മറുപടി, അതായത് TN ബാലഗോപാലിനോടായിട്ട് മുഖ്യമന്ത്രി പറയുന്ന മറുപടിയാണ് നികുതി കുറയ്ക്കുന്ന മണ്ടത്തരങ്ങൾ ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിന്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിക്കുകയാണ്. അപ്പൊ എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പൊ ഉപദേശിച്ചത്? അതാണ് ചോദ്യം, അതാണ് എന്റെ ചോദ്യം. അന്ന് നികുതി കുറയ്ക്കുന്ന മണ്ടത്തരമൊന്നും നിങ്ങൾ കാണിക്കില്ല എന്ന് പറഞ്ഞ ഇടത് സർക്കാർ ഇപ്പോൾ എന്നോട് പറയുന്നത് ഞാൻ ആ മണ്ടത്തരം കാണിക്കണം എന്നാണ്. ഇതാണോ മുൻ ധനകാര്യമന്ത്രി ഇപ്പോൾ എന്നെ ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞ് അടിച്ചിരുത്തുകയാണ് TN ബാലഗോപാലിനെ മുഖ്യമന്ത്രി. ശരിക്കും ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആരാണ് പ്രതിപക്ഷമെന്ന് ഒരു ഡൗട്ട് വന്നു. കാരണം സാധാരണ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷമാണ് വാക്പോരുകൾ കൊണ്ട് അടിച്ചിരുത്തുന്നത്. ഇത് ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷത്തിനെ അടിച്ചിരുത്തുന്ന ഒരു മനോഹരമായ കാഴ്ച കൂടിയാണ് ഇന്നലെ കണ്ടത്. ഇനി ഈ വാർത്തയുമായി നമ്മൾ കണ്ട 1-2 കമന്റുകൾ കൂടി ഒന്ന് കണ്ടു നോക്കാം. ബാലഗോപാൽ ഗോളടിക്കാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. അടുത്തൊരു ക്വസ്റ്റ്യനാണ്. സതീശനോട് ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കുന്ന വിഷയത്തിനെക്കുറിച്ച് മിനിമം ഒരു ധാരണ വേണം, ഇല്ലെങ്കിൽ നാണം കെട്ടുപോകും. എഴുതിക്കൊണ്ടുവന്ന് വായിക്കുന്ന പരിപാടി പിണറായി വിജയ ഇനി നടക്കില്ല. വിജയനോട് എന്തെങ്കിലും ചോദിച്ചാലോ അമ്മാതി വിരട്ട് വേണ്ട, ഉറയൂര് നടന്ന് ഞാൻ, ഇതൊക്കെയാവും ഉത്തരം. അതിന് ഉത്തരമായി ഒരാൾ എഴുതിയിരിക്കുന്നതാണ് മുഖ്യമന്ത്രി കാര്യം പഠിച്ചിട്ട് സംസാരിക്കുന്നു, എന്തു പറഞ്ഞാലും പ്രതിപക്ഷം പെടുന്ന അവസ്ഥ. നാട് നന്നാക്കിയിട്ട് ഞാൻ പോകുമെന്ന് സതീശൻ സാർ. എന്തെങ്കിലും ചെയ്യുമ്പോൾ എതിർക്കാതിരുന്നാൽ കേരളം രക്ഷപ്പെടും. ഇതിൽ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കിക്കൊണ്ട് ഇട്ടിരിക്കുന്ന മെസ്സേജുകളാണ് അധികവും. 1-2 എണ്ണം കൂടെ വായിച്ച് ഇവിടെ നിർത്താം. അടുത്തത് പിണറായി, ഇയാൾ നിയമസഭയിൽ ഊക്കാൻ വന്നതാണോ? അടുത്തൊരു മെസ്സേജ്, ഇതിൽ കമ്മികളുടെ കരച്ചിലൊന്നും കാണുന്നില്ലല്ലോ, എല്ലാവരും കരഞ്ഞു തീർത്തു. അപ്പോൾ അതിന് മറുപടിയായിട്ട് എഴുതിയിരിക്കുന്നൊരു മെസ്സേജ് കൂടെ വായിച്ച് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അവരെല്ലാം ഇനിയും അടുത്ത ഇലക്ഷൻ വന്നാൽ മാത്രമേ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിക്കൂ എന്ന് പറഞ്ഞേക്കെന്നു പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പണ്ട് ഏതോ സിനിമയിലെ സലിം കുമാറിൻ്റെ ഡയലോഗാണ്. അതായത് TN ബാലഗോപാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനിയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇങ്ങനെയുള്ള പഞ്ച് ഡയലോഗുകളുമായി കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.